ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിച്ചു, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന വി.ഡി. സതീശന്റെ പ്രസ്താവന ശരിയാണ് എന്ന് പറയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറാവുന്നുണ്ടോ? അതാ നിന്റെ വിഷമം എന്നാണ് മലപ്പുറത്തെ മനുഷ്യർ ചോദിക്കുന്നത്. മലപ്പുറത്തെ മനുഷ്യർ എന്ത് ചോദിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. CPM ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രം താങ്കൾ പറഞ്ഞാൽ മതി. മലപ്പുറത്തെ മനുഷ്യരുടെ മൊത്തം ഉത്തരവാദിത്വം അട്ടപ്പേർ അവകാശമൊന്നും CPM-ന്റെ പ്രതിനിധി ഏറ്റെടുക്കേണ്ടതില്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? അപ്പൊ അതാണ് അതല്ല. എന്നാൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, മലപ്പുറത്തെ മനുഷ്യരെ വിട്ടേര്. വി.ഡി. സതീശൻ ആ പ്രസ്താവനയ്ക്ക് ആധാരമായ എന്ത് തെളിവാണ് നിലമ്പൂരിലെ മനുഷ്യരുടെ മുന്നിൽ ഹാജരാക്കുന്നത്? എന്തോ എങ്ങനെ നിങ്ങൾ എന്തിനാണ് നിലമ്പൂരിലെ മനുഷ്യരെ പിടിക്കുന്നത്? നിങ്ങൾ CPM-ന്റെ കാര്യം പറഞ്ഞ പോലെ നിലമ്പൂരിലെ മനുഷ്യരുടെ മുഴുവൻ അട്ടപ്പേർ അവകാശം എന്തു തെളിവാണ്? അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. എന്തു തെളിവാണ്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു എന്ന് വി.ഡി. സതീശൻ നിലമ്പൂരിലാണ് പറഞ്ഞത്. എന്തു തെളിവ് എന്ന് പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കുന്നു. ചുണയുണ്ടോ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അതായത് അപ്പോ LDF-നെ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവർ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് LDF-നെ പിന്തുണച്ചതെന്ന് CPM-ന്റെ പ്രതിനിധിയോട് സമ്മതിക്കുകയാണ്, അല്ലേ? അതല്ലേ ശരി? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞതിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല. ആര്? ചാമക്കാല പിന്തുണയ്ക്കുന്നില്ല. കാരണം വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. അവർ മതരാഷ്ട്രവാദികളാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നപ്പോഴും അവർ മതരാഷ്ട്രവാദികളായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. കൃത്യമായി ഉത്തരം പറയും, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. വോട്ട് കിട്ടിയിട്ടില്ലേ? അല്ല, പറയാം. വോട്ട് കിട്ടിയിട്ടില്ലേ? പറയാം. വോട്ട് കിട്ടിയത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ആദ്യം ഇതൊന്ന് തീർത്തിട്ട് പറയാം. ഒന്ന് വെയിറ്റ് ചെയ്ത്. അല്ലല്ല, ഇതൊന്ന് തീർത്തിട്ട് പറയാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ്. കൂവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ പോവാം. കൂവില്ല. അങ്ങനെ വിചാരിക്കണ്ട. അല്ലല്ല, അങ്ങനെ കൂവല് കേട്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊരു ഹൈ വോൾട്ടേജ് ആ ഹൈ വോൾട്ടേജ് ഒക്കെ കൈവച്ചാൽ ശരി. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ?